ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति सुपदान्तिकं वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सगणललिता शिविशाखान्वितंश्च हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिका कान्त राधा कान्त नमोस्तुते तप्त काञ्चन गौरांगी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिनिति नामिने नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंदा हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। गुरुवे गौरचंद्राय राधिकाय तदालये कृष्णाय कृष्ण भक्ताय तद्भक्ताय नमो नमः। हरे कृष्ण हरि ओम तत्सत्। അപ്പോൾ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീത 7ാമത്തെ അധ്യായം 5ാമത്തെ ശ്ലോകം മുതൽക്കാണ് വായിക്കുന്നത്. അപര്യേയം വിദസ്ത്വന്യം പ്രകൃതിം വിധി മേ പരാം ജീവഭൂതാം മഹാബാഹോ യേദം ധാര്യത്തെ ജഗത്. അപര്യേയം വിദസ്ത്വന്യാം പ്രകൃതിം വിധി മേ പരാം ജീവഭൂതാം മഹാബാഹോ യേദം ധാര്യത്തെ ജഗത്. ओके सुजय प्रबल माता जी। अपर्येयम् इदस्त्वन्यां प्रकृतिं विद्धि मे परां जीवभूता महाबाहो येदं धार्यते जगत्. Translation: Besides these, O mighty Arjuna, there is another superior energy of mind which comprises the living entities who are exploiting the resources of this material inferior nature. Hare Krishna Prabhu. Hare Bol. Besides this, O mighty armed Arjuna, there is another superior energy of mind which comprises the living entities who are exploiting the resources of this material inferior nature. Besides this, besides what? ഭൂമിരാപോ വായു. ഓക്കെ, അപ്പോൾ 8 സെപ്പറേറ്റഡ് എനർജിയെ പറ്റിയിട്ട് ഭഗവാൻ പറഞ്ഞ ശേഷം ഭഗവാൻ പറഞ്ഞ അതിന് പുറമെ എൻ്റെ ഒരു സുപ്പീരിയർ എനർജി ഉണ്ട് അല്ലേ? O mighty armed Arjuna, there is another superior energy of mind which comprises the living entities who are exploiting the resources of this material inferior nature. അപ്പോൾ ഇന്ന് വളരെ ക്ലിയർ ആണ്. എന്താണ് പറയുന്നത്? മെറ്റീരിയൽ നേച്ചർ ഇൻഫീരിയർ നേച്ചർ ആണെന്ന് കണ്ടു. പരാം സുപ്പീരിയർ. അപ്പൊ ജീവാത്മാക്കള് സുപ്പീരിയർ നേച്ചറാണ്. And material nature is inferior nature. നമ്മൾ അപ്പോ സുപ്പീരിയർ നേച്ചർ ഇൻഫീരിയർ നേച്ചറിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. എന്തിനാണ് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത്? To lord it over, Prabhu. Yeah, to lord it over. അപ്പോൾ നമുക്ക് കൺട്രോളർഷിപ്പ് വേണം. നമുക്ക് മെറ്റീരിയൽ വേൾഡിനെ നമുക്ക് കൺട്രോൾ ചെയ്യണം, നമ്മളുടെ വശത്ത് കൊണ്ടുവരണം, അതിനെ എൻജോയ് ചെയ്യണം. സോ അതിനു വേണ്ടി നമ്മൾ വി ആർ ട്രൈങ്. പക്ഷെ നമുക്കത് പറ്റുമോ? നമ്മൾ ആ എക്സ്റ്റേണൽ എനർജിയുടെ കൺട്രോൾ വരികയാണ് ചെയ്യുന്നത്. നമ്മളെ സുപ്പീരിയർ ആണ്, ബിക്കോസ് വി ആർ സ്പിരിറ്റ്. പക്ഷേ മെറ്റീരിയൽ വേൾഡ് ഭൗതിക ലോകത്തിലെ കണ്ടീഷനായിട്ട് നമ്മൾ ജീവിക്കുന്നത് കൊണ്ട് ഭഗവാൻ തന്നെ ബഹിരാംഗ ശക്തിയാണത്. അപ്പൊ ഭഗവാന്റെ ശക്തിയെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല.
ഭഗവാനെ നമ്മൾ ശരണം പ്രാപിച്ചാൽ നമുക്ക് അതിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റും. ഭഗവാനെ ശരണം പ്രാപിക്കാതെ നമ്മുടെ ആ ഭഗവാന്റെ എനർജിയെ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചാൽ എന്താ സംഭവിക്കുക? ആ മായാ യവനികയിൽ നമ്മൾ കൊടുക്കും, മായാജാലത്തിൽ നമ്മൾ കൊടുക്കും. അത് വി ആർ സുപ്പീരിയർ. ജീവാത്മാസ് അതാണ് പറയുന്നത്. ബിസൈഡ്സ് ദിസ് ഓ മൈറ്റി ആംഡ് അർജുന ദർ ഇസ് അനദർ സുപ്പീരിയർ എനർജി ഓഫ് മൈൻഡ്. എന്താണ്? മമയ വാംശു ജീവലോകെ ജീവഭൂത സനാതന. നമ്മുടെ ഭഗവാന്റെ അംശങ്ങളാണ്. ഭഗവാൻ സച്ചിദാനന്ദമാണ്, നമ്മളും സച്ചിദാനന്ദമാണ്. അപ്പൊ നമ്മൾ സുപ്പീരിയർ നേച്ചറാണ്. ആൻഡ് ഹു ആർ എക്സ്പ്ലോയിറ്റിംഗ് ദ റിസോഴ്സ് ഓഫ് ദിസ് മെറ്റീരിയൽ ഇൻഫീരിയർ നേച്ചർ. ഭഗവാന്റെ എക്സ്റ്റേണൽ എനർജി ഭഗവാന്റെ ഇന്റേണൽ എനർജിയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ അത് ഇൻഫീരിയർ ആണ്. ഇന്റേണൽ എനർജി സുപ്പീരിയർ ആണ്. അപ്പൊ ആ ഇൻഫീരിയർ നേച്ചറിനെ സുപ്പീരിയർ നേച്ചർ നമ്മൾ പക്ഷെ അംശമാണ്, അല്ലെ? വി ആർ ജസ്റ്റ് സ്മോൾ ഇൻഫിനിറ്റിസിമൽ. ആ ഇൻഫിനിറ്റിസിമൽ ആയിട്ടുള്ള ജീവാത്മാക്കള് ഭഗവാന്റെ എക്സ്റ്റേണൽ എനർജി ആണെങ്കിലും കൂടി, ഇൻഫീരിയർ നേച്ചർ ആണെങ്കിലും കൂടി, അതിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതിന്റെ ആ മായയുടെ ക്ലച്ചസിൽ നമ്മൾ വന്ന് വിടുകയാണ്. അതാണ് അവർ പറയുന്നത്. ഹിയർ ഇറ്റ് ഈസ് ക്ലിയർലി മെൻഷൻ ദാറ്റ് ലിവിംഗ് എൻറ്റിറ്റീസ് ബിലോങ് ടു ദ സുപ്പീരിയർ നേച്ചർ or energy of the Supreme Lord. The inferior energy is matter manifested in different elements. നേരത്തെ ശ്ലോകത്തിൽ വായിച്ച പോലെ ഭൂമിരാപ്പോനലോ വായു കമ്പനോ ബുദ്ധിരവച്ച അഹങ്കാര ഇതിയമ്മ ഭിന്ന പ്രകൃതി നഷ്ടത. അതാണ് ഇവിടെ ഡിഫറെന്റ് എലിമെന്റ്സ്, namely earth, water, fire, air, ether, mind, intelligence and false ego. Both forms of the material nature, namely gross earth etc. and subtle mind etc. are products of the inferior nature. അപ്പോൾ ഈ പഞ്ചമഹാഭൂതങ്ങൾ മാത്രമല്ല, മനസ്സ്, അഹങ്കാരം, ബുദ്ധി, ഇതും പാർട്ട് ഓഫ് ദ മെറ്റീരിയൽ എനർജിയാണ്. അത് ഇൻഫീരിയർ എനർജിയാണ്. സോ ദ ലിവിംഗ് എനർജീസ് ഹു ആർ എക്സ്പ്ലോയിറ്റിംഗ് ദീസ് ഇൻഫീരിയർ എനർജീസ് for different purposes are the superior energy of the Supreme Lord, and it is due to this energy that the entire material world functions. അപ്പോൾ ലിവിംഗ് എനർജി നമ്മുടെ ജീവാത്മാക്കള് ഈ മെറ്റീരിയൽ എനർജിയെ, ഇൻഫീരിയർ എനർജി ആയിട്ടുള്ള മെറ്റീരിയൽ എനർജിയെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ നോക്കും നമ്മളുടെ ഇന്ദ്രിയ ഭോഗത്തിന് വേണ്ടിയിട്ട്. അത് പരാപ്രകൃതിയാണ് ജീവാത്മാക്കളെ. ആൻഡ് അതുകൊണ്ടാണ് ഈ എനർജി കൊണ്ടാണ് ഈ മെറ്റീരിയൽ വേൾഡ് കംപ്ലീറ്റ് ഫങ്ഷൻ ചെയ്യുന്നത്. ഏത് എനർജി? ജീവാത്മാക്കൾ പരാപ്രകൃതി കൊണ്ടാണ് ഈ മെറ്റീരിയൽ വേൾഡ് കംപ്ലീറ്റ് ഫങ്ഷൻ ചെയ്യുന്നത്. The cosmic manifestation has no power to act unless it is moved by the superior energy, the living energy. അപ്പൊ ഈ പ്രപഞ്ചം ഫങ്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ആത്മാവ് വേണം, അതിൽ കോൺഷ്യസ്നെസ് ഉള്ള ഒരു ലിവിങ് എനർജി വേണം. മറ്റൊരു ജഡമാണ്, അല്ലെ? ഒരു കസേരയുണ്ട്, കസേര തന്നെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ സ്ഥലത്തേക്ക് വരില്ല. അപ്പൊ അതിന് മൂവ് ചെയ്യണം. അതിന് മൂവ് ചെയ്യണമെങ്കിൽ പരാശക്തി വേണം, അല്ലെ? ആ പരാശക്തിയാണ് ലിവിങ് എനർജീസ്. അപ്പോൾ ഒരാള് ആ കസാര എടുത്തിട്ട് മറ്റേ സ്ഥലത്തേക്ക് കൊണ്ടു വയ്ക്കണം. അത് തന്നെ ഫങ്ഷൻ ചെയ്യില്ല. അതിനെ ഫങ്ഷൻ ചെയ്യണമെങ്കിൽ സ്പിരിറ്റ് സോൾ വേണം. അതാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്, the cosmic manifestation has no power to act unless it is moved by the superior energy. അപ്പൊ ആദ്യം തന്നെ ഭഗവാൻ ഓരോ ബ്രഹ്മാണ്ടങ്ങളിലും പ്രവേശിക്കുകയാണ്. ഭഗവാന്റെ സാന്നിധ്യം ഇല്ലെങ്കിൽ അത് ജഡവസ്തുവാണ്. ഭഗവാൻ ഓരോ ബ്രഹ്മാണ്ടങ്ങളും പ്രവേശിക്കുമ്പോഴാണ് അതിന് ലൈഫ് ഫോഴ്സ് കിട്ടുന്നത്. പിന്നെ ആ ഭഗവാന്റെ കൂടെ ഭഗവാന്റെ അംശങ്ങളായ നമ്മളെല്ലാം, ജീവാത്മാക്കളെല്ലാം അവരവരുടെ കർമ്മത്തിന്റെയും ആഗ്രഹത്തിന്റെയും അടിസ്ഥാനത്തിൽ ഓരോ ശരീരം കിട്ടിയിട്ട് അവർ വരുന്നു. അവരാണ് ഈ ഫങ്ഷൻസ് എല്ലാം ചെയ്യുന്നത് ഭൗതിക ലോകത്തിൽ. അപ്പോൾ the cosmic energies are always controlled by the energetic, and therefore the living energies are always controlled by the Lord. Living energies are always controlled by the Lord. നമ്മളുടെ ഇന്ദ്രിയങ്ങള്, ആക്ച്വലി നമ്മൾ ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്യണം, അല്ലേ? പക്ഷെ നിർഭാഗ്യവശാൽ നമ്മളുടെ ഇന്ദ്രിയങ്ങൾ നമ്മളെ കൺട്രോൾ ചെയ്യുന്നു. മുമ്പില് രസഗുള്ള, ഗുലാബ് ജാം തുറന്നു വെച്ചാൽ നമ്മൾ ആ രസഗുള്ള കൺട്രോൾ ചെയ്യോ അതോ രസഗുള്ള നമ്മളെ കൺട്രോൾ ചെയ്യോ? കൺട്രോൾ ചെയ്യുന്ന പ്രഭു. അതെ.
അപ്പൊ നമ്മളുടെ ഇന്ദ്രിയങ്ങളാൽ നമ്മൾ കൺട്രോൾ ചെയ്യപ്പെടുന്നു. ആ ഇന്ദ്രിയങ്ങളെ ആരാണ് കൺട്രോൾ ചെയ്യുന്നത്? ഇന്ദ്രിയങ്ങളുടെ അധിപൻ ആരാണ്? ഭഗവാൻ മനസ്സല്ലേ? അല്ല സെൻസ് ഒബ്ജക്ട്സ് ആണോ? സെൻസ് രീതിയില് അല്ല, നമ്മളെ ഇന്ദ്രിയങ്ങൾ കൺട്രോൾ ചെയ്യുന്നു. ആ ഇന്ദ്രിയങ്ങൾക്ക് ഒരു അധിപന്മാരുണ്ട്. മൈൻഡ്. ഇല്ലല്ല, ദേവന്മാര്. ഓ. ദേവന്മാരുടെ ഓരോ ഇന്ദ്രിയങ്ങൾക്കും ഓരോ അവയവങ്ങൾക്കും, കാലിന്, കണ്ണിന്, മൂക്കിന്, ഇപ്പോ നമ്മുടെ കൺപോളയില്ലേ, ഓക്കെ, അതിനെന്താ പറയാം? Eyelids. Eyelids. നിമിഷ. ഓക്കെ, ഒരു നിമിഷം എന്ന് പറഞ്ഞാൽ കൺപോള അടഞ്ഞു തുറക്കുന്ന ഇതാണ് നിമിഷ. അതിനെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ഏത് ദേവനാണ്? Time. ആ പേരിൽ തന്നെ ഇടാ പേര്, നിമിഷ. അതിൽ തന്നെ പേരുണ്ട്, നിമി. മഹാരാജ് നിമിയാണ്. അങ്ങനെയാണ് ഈ നിമിഷ എന്നുള്ള പേര് വരുന്നത്. ഓക്കെ, ദ ഐലിഡ്സ്. നമ്മൾ ചിലപ്പോൾ ജസ്റ്റ് പെട്ടെന്നില്ലേ, ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്. അപ്പൊ നിമിഷ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് ആണ്. അതാണ് നിമിഷ എന്ന് പറഞ്ഞത്. അപ്പൊ മഹാരാജ് നിമിയാണ് അതിന്റെ കൺട്രോളർ. നമ്മളുടെ ജഡനാഗ്നി. അപ്പൊ മഹാരാജ് നിമി ഒരു ഡെമിഗോഡാണോ? അതെ, ഇതൊക്കെ ഡെമിഗോഡാണ്. ഓക്കെ, അപ്പോ ദേവന്മാര്. അപ്പൊ കണ്ണ് സൂര്യനാണ്, ഇത് കൺപോളയാണ്. ഓക്കെ, കാല് വിഷ്ണുവാണ്. അതായത് അപ്പൊ ആ കാല് എങ്ങനെ നമ്മൾ ഉപയോഗിക്കണം? വിഷ്ണുവിന്റെ അമ്പലത്തിലേക്ക് പോയിട്ട് അതിന് സേവ ചെയ്യണം. അപ്പൊ അങ്ങനെ ഓരോ അവയവങ്ങളും ഓരോ ഇന്ദ്രിയങ്ങളും കൺട്രോൾ ചെയ്യാൻ ഓരോ ദേവതമാരുണ്ട്. ആ ദേവതമാരെ ആര് കൺട്രോൾ ചെയ്യുന്നു? ഭഗവാൻ കൺട്രോൾ ചെയ്യുന്നു അല്ലേ? ആ ദേവതമാരെ ഭഗവാൻ കൺട്രോൾ ചെയ്യുന്നു. അപ്പൊ ദേവതമാരും അൾട്ടിമേറ്റ് അല്ല. അപ്പൊ നമുക്കൊരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യുന്നത്, അത് ചെയ്യാൻ സാധിക്കുന്നതും സാധിക്കാതിരിക്കുന്നതും ദേവന്മാരുടെ ഇതുകൊണ്ടാണ്, നമ്മളുടെ സ്വന്തം കഴിവല്ല. അപ്പൊ ആ ദേവന്മാരെ കൺട്രോൾ ചെയ്യുന്നത് ഭഗവാനാണ്, ഭഗവാൻ കൃഷ്ണനാണ്. അപ്പൊ ഇതെല്ലാം ചലിക്കുന്നത് നമ്മൾ വിചാരിക്കും നമ്മളാണ് ഐ ആം ദ ഡൂവർ അല്ലേ? അങ്ങനെ വിചാരിക്കുന്ന ആൾക്കാരെല്ലാം മണ്ടന്മാരാണ്. കാരണം നമ്മുടെ വി ആൾസോ ടേക്ക് സം എഫേർട്ട്, ഇല്ല എന്ന് പറയുന്നില്ല. വി ആർ ദ ഇമ്മീഡിയറ്റ് ഡൂവർ. വി ടേക്ക് ദ ഇനിഷ്യേഷൻ ടു ഡു എനി ആക്ടിവിറ്റി. പിന്നെ അതിന് സിറ്റുവേഷൻ നമുക്ക് ഒരു കൺഫ്യൂസ് ആയിട്ട് വരണം. അപ്പോൾ ആ സിറ്റുവേഷൻ 3 മോഡ്സ് ഓഫ് മെറ്റീരിയൽ നേച്ചർ. പിന്നെ അതിനെ സാങ്ഷൻ ചെയ്യണം, അതാണ് സുപ്രീം ലോർഡ്. അപ്പോൾ ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ഡൂവർ, ഇന്റർമീഡിയറ്റ് ഡൂവർ, ഫൈനൽ ഡൂവർ, ഇത് മൂന്നും ഉണ്ടെങ്കിലേ ആ ആക്ടിവിറ്റി സക്സസ് ആവുള്ളൂ. അപ്പൊ നമ്മൾ വിചാരിക്കും ഇതെല്ലാം നമ്മളുടെ കഴിവാണ്, നമ്മളുടെ എനർജിയാണ്. ആ എനർജിയെ മൂവ് ചെയ്യണമെങ്കിൽ എനർജറ്റിക് വേണം. അതാണ് ജീവാത്മാക്കൾ കാണിച്ച സച്ചിദാനന്ദമാണ്. പക്ഷെ ആ സച്ചിദാനന്ദം കംപ്ലീറ്റ് അല്ല, അംശമാണ്. അപ്പൊ ആ അംശം കംപ്ലീറ്റ് ഹോളിന്റെ അധീനതയിലാണ്, അതായത് സുപ്രീം ലോർഡിന്റെ അധീനതയിലാണ്. അപ്പൊ നമ്മള് അംശങ്ങളാവുകൊണ്ട് നമുക്ക് വി കനോട്ട് ഡു ദ ആക്ടിവിറ്റീസ് ദ ലോർഡ് ഡസ്. We can just participate in this function only. We are not complete doer. അപ്പൊ എന്തൊരു ആക്ടിവിറ്റി ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ ഒരിക്കലും അതിന്റെ ഡുവർഷിപ്പ്, അതിന്റെ ഓണർഷിപ്പ് എടുക്കാൻ പറ്റില്ല. അതിന്റെ ഓണർഷിപ്പ് കംപ്ലീറ്റ് ആർക്ക് എടുക്കാൻ പറ്റുള്ളൂ? ഭഗവാൻ മാത്രം എടുക്കണം. ഭഗവാൻ ഇൻഡിപെൻഡന്റ് ആണ്, നമ്മള് കംപ്ലീറ്റ്ലി ഡിപെൻഡന്റ് ആണ്. നമ്മള് എന്തെല്ലാം നമ്മൾ മറ്റുള്ള ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു, മറ്റുള്ള സാഹചര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു, ഭഗവാന്റെ സാങ്ഷൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഭഗവാൻ മാത്രമേ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ളൂ അല്ലേ? നമ്മൾ കംപ്ലീറ്റ്ലി ഡിപെൻഡന്റ് ആണ്. ഒന്നല്ലെങ്കിൽ മറ്റൊരാളായിട്ടോ ഇപ്പോ ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോ അബുദാബിയിൽ നിന്ന് കേരളത്തിലേക്ക് വരണം, അല്ലാണ്ട് ഫ്ലൈറ്റ് ഉണ്ട്, 8 മണിക്ക് ഫ്ലൈറ്റ് ആണെങ്കിൽ ആ 8 മണിക്ക് നമ്മൾ അവിടെ എത്തിയാലും ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തെങ്കിൽ എങ്ങനെ വരാൻ പറ്റും? അപ്പൊ നമ്മൾ പല സാഹചര്യങ്ങളും പല ആൾക്കാരെയും
ഭഗവാൻ എല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. ഒരിക്കലും നമ്മൾ കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡന്റ് അല്ല. ഭഗവാനോ, ഭഗവാൻ ടോട്ടലി ഇൻഡിപെൻഡന്റ് ആണ്. അതാണ് ഭഗവാൻ വ്യാസദേവൻ ആദ്യത്തെ സ്കന്ധത്തിൽ ആദ്യത്തെ അധ്യായത്തിൽ ആദ്യത്തെ ശ്ലോകത്തിൽ ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്ന സ്വരാട്ട് അല്ലെ, ജന്മാദ്യസ്യതാ ഇതരശ്ചാത്തേജു അഭിജ്ഞാ സ്വരാട്ട്. ഭഗവാൻ മാത്രമേ ഫുള്ളി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ളൂ, നമ്മളെല്ലാം ഡിപെൻഡന്റ് ആണ്. So energies are always controlled by the energetic, and therefore the living entities are always controlled by the Lord. നമ്മൾ എനർജിയാണ്, ഭഗവാന്റെ എനർജിയാണ്. ഏത് എനർജിയാണ്? മാർജിനൽ എനർജിയാണ്. ആ മാർജിനൽ എനർജി ഈ ഭൗതിക ലോകത്ത് മെറ്റീരിയൽ എനർജിയിൽ വരുമ്പോൾ അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ്, ഭഗവാനെ മറന്ന് ആ മെറ്റീരിയൽ എനർജിയെ നമ്മൾ ആസ്വദിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ആ മായയുടെ ക്ലച്ചസിൽ നമ്മൾ വരുന്നത്. They have no independent existence. ഈ കയ്യിന് ഇൻഡിപെൻഡന്റ് എക്സിസ്റ്റൻസ് ഉണ്ടോ? As long as it is attached to the body, it works. If it is separated from the body, it is a dead lump of matter. അല്ലേ? അതിന് ഫങ്ഷൻ ചെയ്യാൻ പറ്റില്ല. അതേപോലെ as long as we are attached to the Supreme Lord, we have existence. If you are separated from Supreme Lord, we have no relevance, no existence. They are never equally powerful, as unintelligent men think. The distinction between the living entities and the Lord is described in Srimad Bhagavatam as follows. Aparimita dhruvastanu bhrito yadi sarvagatas tarhina sasye sashyateti niyamo dhruvane taratha ajanichayan mayam tad avimuchya niyantra bhavet samam anujanatam yad amadam matadushtaya. O Supreme Eternal, if the embodied living entities were eternal and all-pervading like you, then they would not be under your control. ഭാഗവതത്തിൽ പറയുന്നത്, അതായത് നമ്മൾ ഭഗവാന് തുല്യമായിട്ടാണ്, ഭഗവാൻ ഈക്വൽ ആയിട്ടാണ് എങ്കിൽ നമ്മൾ ഒരിക്കലും ഭഗവാന്റെ കൺട്രോൾ വരില്ല അല്ലെ. അപ്പൊ നമ്മള് ഇപ്പൊ മറ്റുള്ള ഫിലോസഫി പറയും ഐ ആം നാരായണ, യു ആർ നാരായണ, ഓക്കെ, ആ ഒരു ഫിലോസഫി നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ ഒരിക്കലും നമ്മൾ ഭഗവാനെ ഒരു കോമ്പറ്റീറ്റർ ആയിട്ട് വരില്ലേ. ഭഗവാന്റെ കീഴിൽ വരേണ്ട ആവശ്യമില്ല. ഞാനും ഭഗവാനാണ്, സുജയ് പ്രഭു ഭഗവാനാണ്, മാതാജിമാരൊക്കെ ഭഗവാന്മാരാണ്. ആ തരത്തിലാണെങ്കിൽ പിന്നെ അവിടെ പിന്നെ ഒരു സറണ്ടറൻസോ അവിടെ ഒരു ഇൻഫീരിയർ ഇതും വരുന്നില്ല ഒരു അല്ലേ. അതാണ് പറയുന്നത് സുപ്രീം എറ്റേണൽ, ഇഫ് ദ എംബോഡിഡ് ലിവിങ് എൻറ്റിറ്റീസ് വെർ എറ്റേണൽ ആൻഡ് ഓൾ പെർവഡിങ് ലൈക്ക് യു. ഭഗവാനെ പോലെ തന്നെ എല്ലാ സ്ഥലത്തും ഒരേ സമയത്ത് പ്രസന്റ് ആവാനുള്ള കഴിവുള്ള ആൾക്കാരാണെങ്കിൽ then they would not be under your control. ഭഗവാന്റെ നിയന്ത്രണത്തിൽ വരില്ല. But if the living entities are accepted as minute energies of your lordship, then they are at once subject to your supreme control. അപ്പൊ നമ്മളെല്ലാം മൈന്യൂട്ട് എനർജിയാണ്, ഒരിക്കലും ഭഗവാന് ഈക്വൽ ആയിട്ട് നമുക്ക് വരാൻ പറ്റില്ല. We are never equal or above the supreme energetic supreme law. Therefore, real liberation entails surrender by the living entities to your control, and that surrender will make them happy. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഭഗവാന്റെ അംശങ്ങളായതുകൊണ്ട് അംശങ്ങൾ എന്താണ് സുപ്രീം ഹോളിനെ സറണ്ടർ ചെയ്യണം. അങ്ങനെ ആ സറണ്ടറൻസിൽ മാത്രമേ നമുക്ക് സന്തോഷം ആനന്ദം കിട്ടുള്ളൂ. ഇൻ ദാറ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻ ഓൺലി ക്യാൻ ദേ ബി കൺട്രോളേഴ്സ്. നമ്മളെല്ലാം മിനി കൺട്രോളറാണ്, നോട്ട് ദ സുപ്രീം കൺട്രോളർ. നമ്മുടെ വീട്ടില് നമ്മുടെ ഫാമിലിയെ കൺട്രോൾ ചെയ്യുന്നു, ഓഫീസേഴ്സ് സർട്ടൻ ഡിപ്പാർട്ട്മെന്റിനെ കൺട്രോൾ ചെയ്യുന്നു അല്ലേ, ഗവൺമെന്റ് ഓഫീസേഴ്സ് മറ്റുള്ള സ്റ്റാഫിനെ കൺട്രോൾ ചെയ്യുന്നു, മിനിസ്റ്റർ തന്റെ സബോർഡിനേറ്റ്സിനെ കൺട്രോൾ ചെയ്യുന്നു. ഓരോ തലത്തിലും അതിൻ്റെതായിട്ടുള്ള കൺട്രോൾഷിപ്പ് ഉണ്ട്. അപ്പോ അങ്ങനെ മിനി കൺട്രോൾ. പക്ഷെ നമ്മൾ സുപ്രീം കൺട്രോളർ ഭഗവാൻ മാത്രമേ ഉള്ളൂ. ഈസ് ഓൺലി ഇൻഡിപെൻഡന്റ് കൺട്രോളർ. അപ്പോൾ ഈശ്വര എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? കൺട്രോളർ. നമ്മളെല്ലാം ഈശ്വരന്മാരാണ് ഇൻ ദാറ്റ് പെർസ്പെക്റ്റീവ്.
ഈശ്വരാണ്, യെസ് ഈശ്വരൻ, ബട്ട് വി ആർ മിനി ഈശ്വർ. മിനി ഒരു സർട്ടൺ കൺട്രോൾഷിപ്പ് നമുക്കുണ്ട്. ബട്ട് പരമേശ്വർ വന്നുള്ളൂ, സുപ്രീം ലോർഡ്, സുപ്രീം ഈശ്വർ. അതുകൊണ്ടാണ് ബ്രഹ്മസംഹിതയിലെ ബ്രഹ്മാവും പറയുന്നത് ഈശ്വര പരമകൃഷ്ണ. ഈശ്വര പരമ കൃഷ്ണ, അതാണ് വ്യത്യാസം. ഇപ്പോ നമ്മളെ ജീവാത്മാവ് എന്ന് പറയുന്നു, ഭഗവാനെ പരമാത്മാവ് എന്ന് പറയുന്നു. വ്യത്യാസമല്ലേ? നമ്മൾ ജീവാത്മാവ് മൈന്യൂട്ടാണ്, പരമാത്മാവ് സുപ്രീമാണ്. ആ സുപ്രീം ആത്മാവിന്റെ കീഴിലാണ് ജീവാത്മാവ് വരുന്നത്. അണു ആത്മ എന്ന് പറയാം അല്ലെങ്കിൽ. So therefore, men with limited knowledge who advocate the monistic theory that God and the living entities are equal in all respects are actually guided by a faulty and polluted opinion. അതുകൊണ്ട് പ്രഭാത പർപ്പോട്ട് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നു, അതായത് മോണിസ്റ്റിക് തിയറി എന്ന് പറഞ്ഞാൽ all are same, equal. You are God, I am God, everybody is God. അപ്പൊ അങ്ങനെയാണെങ്കിൽ എല്ലാവരും ഈക്വൽ ആണെങ്കിൽ ഭഗവാനും നമ്മൾ യാതൊരു വ്യത്യാസമില്ലെങ്കിൽ പിന്നെ ഭഗവാന്റെ പ്രസക്തി എന്താണുള്ളത്? അവിടെ ഭഗവാനെ പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. എന്തിനാ ഞാൻ പ്രാർത്ഥിക്കുന്നത്? ഇപ്പൊ ഞാനും സുജയപ്രഭുവും ഈക്വൽ ആണെങ്കിൽ അപ്പൊ ഞാൻ സുജയപ്രഭുവിന്റെ അണ്ടറിൽ എന്തിനു വരണം? വേണ്ട, കാണിച്ചാൽ വി ആർ ഈക്വൽ. അങ്ങനത്തെ ഒരു ഇത് വരില്ല എല്ലാവർക്കും. എല്ലാവരും ഭഗവാനാണെങ്കിൽ പിന്നെ അവിടെ ഒരു പ്രശ്നം ഇരിക്കുന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ പ്രഭുപാദ് പറയുന്നത്, മോണിസ്റ്റിക് തിയറി ദാറ്റ് ഗോഡ് ആൻഡ് ദ ലിവിംഗ് എൻറ്റിറ്റീസ് ആർ ഈക്വൽ ഇൻ ഓൾ ദ റെസ്പെക്ട്സ് ആർ ആക്ച്വലി ഗൈഡഡ് ബൈ ഫോൾട്ടി ആൻഡ് പൊല്യൂട്ടഡ് ഒപ്പീനിയൻ. അവർ പ്രധാനപ്പെട്ട് കാണുന്നത് ആ പരമാത്മ ഫീച്ചർ മാത്രമേ കാണുന്നു, ജീവാത്മ ആസ്പെക്ട് കാണുന്നില്ല. അവരുടെ ഫിലോസഫി എന്ന് വെച്ചാൽ ജീവാത്മാ ഉണ്ട്, പക്ഷെ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഇറ്റ് മെർജസ് ഇൻ ടു ദ പരമാത്മ, ഇറ്റ് ബിക്കംസ് വൺ. അവരുടെ ഫിലോസഫിയിൽ അപ്പോൾ ജീവാത്മയ്ക്ക് പ്രസക്തി ഇല്ല. The Supreme Lord Krishna is the only controller and all living entities are controlled by him. These living entities are his superior energy because the quality of their existence is one and the same with the Supreme, but they are never equal to the Lord in quantity of love. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ചൈതന്യ മഹാപ്രഭു തന്നിരിക്കുന്ന സിദ്ധാന്തം വളരെ വളരെ പ്രസക്തമായിട്ടുള്ളത്. ആ സിദ്ധാന്തം അചിന്ത്യ ഭേദ അഭേദ തത്വം. ഭേദമാണ്, അതേസമയം അഭേദവുമാണ്. ഭേദം എന്താണ്? ക്വാണ്ടിറ്റിയില്. അഭേദം എന്താണ്? ക്വാളിറ്റിയില്. ഓക്കെ, വൺ ഡ്രോപ്പ് ഓഫ് വാട്ടർ ആൻഡ് ദ ഹോൾ ഓഷ്യൻ. വ്യത്യാസമല്ലേ? രണ്ടും വെള്ളം തന്നെ. ഒരു ബക്കറ്റിലെ വെള്ളം ഒരു ഓഷ്യനിലെ വെള്ളം ഒന്നാണോ? അല്ല. So that's the difference. So while exploiting the gross and the subtle inferior energy matter, the superior energy, the living entity, forgets its real spiritual mind and intelligence. This forgetfulness is due to the influence of matter upon the living entity. അപ്പോൾ നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ വരുമ്പോൾ നമ്മളുടെ അസ്തിത്വം മറക്കുന്നു. നമ്മുടെ ഭഗവാന്റെ സേവകനാണ്, ഭഗവാൻ നമ്മുടെ മാസ്റ്റർ ആണ്. ഈ കാര്യങ്ങളെല്ലാം മറന്ന് നമ്മൾ അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ഈ ഭൗതിക ലോകത്ത്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴാണ് ആ മായ എന്താ പറയാ, മായയുടെ ക്ലച്ചസിൽ, പിടിയിൽ നമ്മൾ കുടുങ്ങുന്നത്. But when the living entity becomes free from the influence of the illusory material energy, he attains a stage called mukti or liberation. അത് അതിൻ്റെതായിട്ടുള്ള ഫിലോസഫി സിദ്ധാന്തം നമ്മൾ മനസ്സിലാക്കി, ഭഗവാനാണ് എല്ലാം നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്. നമ്മൾ ഭഗവാനെ സേവിച്ചിട്ട് ഈ ഭഗവത് ധാമിലേക്ക് പോവുകയാണ് നമ്മുടെ മനുഷ്യജന്മത്തിന്റെ ഉദ്ദേശം എന്നെല്ലാം മനസ്സിലാക്കുന്ന ആൾക്കാർ. അതായത് ഭഗവാനിലേക്ക് അടുക്കുക, മായെന്ന് ദൂരെ പോവുക. നമ്മൾ മായാലോകത്തിൽ പെട്ട് കിടക്കുകയാണ്. എല്ലാം ഇതാണ്, എല്ലാം ദിസ് ഇസ് ഫോർ മൈ എൻജോയ്മെന്റ്. അതുകൊണ്ട് ഭഗവാനെ മറന്ന് മായാലോകത്തിന്റെ മായാശക്തിയുടെ കീഴിൽ നമ്മൾ അകപ്പെട്ട് കിടക്കുന്നതാണ് ഇവിടെ നമ്മൾ ദുഃഖാലയം അശാശ്വതം എന്നുള്ള ഈ ലോകത്ത് വീണ്ടും വീണ്ടും ജനിച്ചും മരിച്ചും പോയിക്കൊണ്ടിരിക്കുന്നത്, മുക്തി കിട്ടാതെ. പക്ഷെ ഭഗവാനോട് നമ്മൾ അടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതിൽ നിന്ന് കയറി നമുക്ക് മോക്ഷം കിട്ടിയിട്ട് ഭഗവാന്റെ ധാമിലേക്ക് പോകാൻ പറ്റും. The false ego, under the influence of material illusion, thinks I am matter and material acquisitions are mine. അപ്പൊ നമ്മളുടെ
മൂന്ന് സട്ടിൽ എലിമെന്റ്സിലെ പ്രധാനപ്പെട്ട എലിമെന്റ്സ് ആണ് ഫോൾസ് ഈഗോ, മൈൻഡ്, ഇന്റലിജൻസ് ആൻഡ് ഫോൾസ് ഈഗോ. ആ ഫോൾസ് ഈഗോ കാരണമാണ് നമ്മുടെ ഈ ഭൗതിക ലോകത്ത് വന്നുപെട്ടത്. അപ്പൊ ആ ഫോൾസ് ഈഗോ എന്ത് പറയും? ഇത് കാണുന്നെല്ലാം എൻ്റെതാണ്, എനിക്ക് ആസ്വദിക്കാനുള്ളതാണ്, ഐ മീ ആൻഡ് മൈ. അങ്ങനെയാണ് നമ്മൾ അതിന്റെ വലയത്തിൽ അകപ്പെടുന്നത്. His actual position is realized when he is liberated from all the material ideas, including the conception of his becoming one in all respects with God. അപ്പൊ ഇതൊന്നും തര കയറിയാൽ മാത്രമാണ് നമുക്ക് ഇതിന്റെ ശരിക്കുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പൊ മുക്തി കിട്ടുള്ളൂ. ഇൻക്ലൂഡിങ് ദ കൺസെപ്ഷൻ ഓഫ് ബിക്കമിങ് വൺ ഇൻ ഓൾ റെസ്പെക്ട്സ് വിത്ത് ഗോഡ്. അതായത് മായാവിത ഫിലോസഫി, അതായത് നമ്മൾ ഭഗവാനിനോട് അലിഞ്ഞു ചേരുന്നു, മെർജ് ആവുന്നു. ഇതെല്ലാം നമുക്ക് അപ്പോഴാണ് നമുക്ക് liberation കിട്ടിയ ശേഷം മനസ്സിലാവും. Therefore, one may conclude that the Gita confirms the living entity to be only one of the multi-energies of Krishna. And when this energy is freed from material contamination, it becomes fully Krishna conscious or liberated. അപ്പോൾ ഭഗവത്ഗീത മുഖേന നമുക്കിത് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ഭഗവാന്റെ ചെറിയ ഒരു എനർജി മാത്രമാണ്. ഇത് മനസ്സിലാക്കിയാൽ, ഇത് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഈ ഭൗതിക ലോകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് മുക്തി ലഭിച്ചിട്ട് ഭഗവാന്റെ ആ കൃഷ്ണാവബോധത്തില് നമുക്ക് ജീവിക്കാൻ പറ്റൂ എന്നാണ് പറയുന്നത്. എന്തെങ്കിലും any questions? Any points? Hari bol Prabhu. So അടുത്ത ശ്ലോകം text 6. ഏതദ് യോനിനി ഭൂതാനി സർവാനീതി ഉപധാരയ അഹം കൃഷ്ണസ്യ ജഗതാ പ്രഭവ പ്രളയസ്തഥാ. ഏതദ് യോനിനി ഭൂതാനി സർവാനീതി ഉപധാരയ അഹം കൃഷ്ണസ്യ ജഗതാ പ്രഭവ പ്രളയസ്തഥാ. പാർവതി മാതാജി and സിമി മാതാജി. Hare Krishna. एतद्योनीनि भूतानि सर्वाणीति उपाधारया अहं कृष्णस्य जगता प्रभवा प्रलयस्तथा. A translation: all created beings have their source in these two natures. Of all that is material and all that is spiritual in this world, know for certain that I am both the origin and the dissolution. Very good. All created beings have their source in these two natures. Of all that is material and all that is spiritual in this world, know for certain that I am both the origin and the dissolution. ഭഗവാൻ അർജുനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാണ് എല്ലാ ക്രിയേറ്റഡ് ബീയിങ്സും, എല്ലാ ലിവിങ് ബീയിങ്സും അതിന്റെ സോഴ്സ് എന്താണ്? ഇൻ ദീസ് ടു നേച്ചേഴ്സ്. ഏത്? എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ. എങ്ങനെയാണത് മനസ്സിലാക്കുക? ഈ സെന്റൻസ് നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? All created beings have their source in these two natures. എങ്ങനെ? പ്രഭുജി നേരത്തെ പറഞ്ഞ പോലെയാണ്, എക്സ്റ്റേണൽ എനർജി പ്രവർത്തിക്കണമെങ്കിൽ ഇന്റേണൽ എനർജി വേണം. കേൾക്കുന്നില്ല. സോറി പ്രഭു, ഞാൻ പറഞ്ഞ, അതായത് പ്രഭുജി പറഞ്ഞില്ലേ, ഈ മെറ്റീരിയൽ വേൾഡ് പ്രവർത്തിക്കണമെങ്കിൽ ഇന്റേണൽ എനർജി അതായത് പ്രഭു, മെറ്റീരിയൽ എനർജി എന്ന് പറയുന്നത് ഏകദേശം ഒരു ഇനേർട്ട് പോലെയാണ്. അത് ചലനം ചെയ്യണമെന്നെങ്കിൽ അതിൻ്റെ ഹയർ എനർജി ആയിട്ടുള്ള, അതായത് ലിവിങ് എൻറ്റിറ്റീസ് വരണം. ഓക്കെ, ശരിയാ, 100%. ഓക്കെ, കുറച്ചുകൂടി ക്ലാരിറ്റി വരാം. ആൾ ക്രിയേറ്റഡ് ബീങ്സ് ഹാവ് ദെയർ സോഴ്സ് ഇൻ ദീസ് ടു എനർജീസ്. എങ്ങനെയാണത് പറഞ്ഞ് പ്രഭു പറഞ്ഞ 100% ശരിയാണ്. അത് തന്നെയാണ് അതിന്റെ ആൻസറും. പക്ഷെ ഒന്നും കൂടി ഒരു ക്ലാരിറ്റി ഈ സെന്റൻസിനെ കൊടുക്കാം. ലിവിങ് എൻറ്റിറ്റീസും ഗ്രോസ് മെറ്റീരിയൽസും ആണ് പ്രഭുജി. അതന്നെ നമ്മളെ ഈ വി ആർ ഫ്രം ദി കോമ്പിനേഷൻ ഓഫ് ദീസ് ടു നേച്ചേഴ്സ്. ബോഡി ഈസ് മേഡ് അപ്പ് ഓഫ് മെറ്റീരിയൽ എനർജി. അതും വേണം, നമ്മുടെ ജീവാത്മാവും വേണം. അതല്ലേ പ്രഭുജി ഉദ്ദേശിച്ചത്? അതെ. അപ്പൊ നമ്മളുടെ വി ആർ കോമ്പിനേഷൻ ഓഫ് ദീസ് ടു എനർജീസ്. മെറ്റീരിയൽ എനർജി ദ ബോഡി, ഓക്കെ, ദ സ്പിരിച്വൽ എനർജി ദ സോൾ. അപ്പൊ ഈ മെറ്റീരിയൽ എനർജി മൂവ് ചെയ്യണമെങ്കിൽ സ്പിരിച്വൽ എനർജി വേണം ഉള്ളിൽ, ഇല്ലെങ്കിൽ ഡൾ മാറ്റർ, ഡെഡ് മാറ്റർ ആണ്.
അപ്പൊ അതാണ് പറയുന്നത്, all created beings have their source in these two natures. ഈ nature, അതായത് ഒന്ന് body and the superior nature, the Jivatma. So of all that is material and that is spiritual in this world, know for certain, അത് material ആയിക്കോട്ടെ spiritual ആയിക്കോട്ടെ, and know for certain that I am both origin, എന്നിൽ നിന്ന് ഇതെല്ലാം ഉത്ഭവിക്കുന്നു, and the dissolution, അതിന്റെ അവസാനം എന്നിൽ തന്നെയാണ്. അപ്പൊ എന്നിൽ നിന്ന് ഉത്ഭവിക്കുന്നു, എന്നിൽ തന്നെ വന്ന് ചേരും ചെയ്യുന്നു. അത് അപ്പൊ ഞാനല്ലാണ്ട് ഒന്നുമില്ല ചുരുക്കത്തില്. അതായത് സർവം കൽവിതം ബ്രഹ്മൻ. അത് മെറ്റീരിയൽ നമ്മൾക്ക് ഈ ഭൗതിക ലോകത്ത് വരുകൊണ്ട് ഭഗവാനിൽ നിന്നും മാറി ഭഗവാന്റെ സേവനത്തിൽ ഉപയോഗിക്കാത്ത എല്ലാ കാര്യങ്ങളും മെറ്റീരിയല്. ഭഗവാന്റെ സേവനത്തിൽ ഏത് കാര്യം ഉപയോഗിക്കുന്നു അത് സ്പിരിച്വലായി. ഈവൻ ദ ജഡവസ്തുക്കളും കൂടിയിട്ട് അത് സ്പിരിച്വലായി. അപ്പോ ആക്ച്വലി മെറ്റീരിയൽ സ്പിരിച്വൽ പറഞ്ഞ അങ്ങനെ ഒരു സെഗ്രിഗേഷൻ ഇല്ല. ഭഗവാനിൽ നിന്നും മാറി ഭഗവാന്റെ സേവനത്തിന് ഉപയോഗിക്കാണ്ട് നമ്മളുടെ ഇന്ദ്രിയങ്ങളുടെ സേവനത്തിന് ഉപയോഗിക്കുമ്പോൾ അതും ജഡമാവുന്നു, മെറ്റീരിയൽ ആവുന്നു. അതേ സാധനം തന്നെ ഭഗവാന്റെ സേവനത്തിൽ ഉപയോഗിക്കുമ്പോൾ അത് സ്പിരിച്വൽ ആവുന്നു. ഈ ഒരു സെഗ്രിഗേഷൻ ഉള്ളൂ ആക്ച്വലി സ്പീക്കിംഗ്. So everything that exists is a product of matter and spirit. Spirit is the basic field of creation and matter is created by spirit. അപ്പോ ക്രിയേഷൻ നടക്കുന്ന സ്പിരിറ്റ് കൊണ്ടാണ്. And created എന്താണ്? മാറ്റർ. അതുകൊണ്ടാണ് മാറ്റർ ഈസ് ഇൻഫീരിയർ, സ്പിരിറ്റ് ഈസ് സുപ്പീരിയർ. സ്പിരിറ്റ് ഈസ് നോട്ട് ക്രിയേറ്റഡ് അറ്റ് എ സർട്ടൻ സ്റ്റേജ് ഓഫ് മെറ്റീരിയൽ ഡെവലപ്മെന്റ്. അപ്പൊ അത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. അത് നമ്മുടെ സ്പിരിറ്റിന്, ജീവാത്മാ സ്പിരിറ്റാണ്, സച്ചിദാനന്ദമാണ്. അതിന് തുടക്കമില്ല, അതിന് അവസാനമില്ല. പക്ഷെ ശരീരത്തിന് തുടക്കമുണ്ട്, അവസാനമുണ്ട്. മാറ്റർ ഹാസ് എ time period, beginning and end. It changes, it transforms from one form to another. ഈ ഭൗതിക ലോകത്തിനെ നമ്മൾ മെറ്റീരിയൽ വേൾഡ് പറയില്ലേ, ഭവസാഗരം എന്ന് പറയുന്നു. എന്താണ് ഈ ഭവസാഗരം എന്ന് പറഞ്ഞാൽ? ഭവ മീൻസ് എന്താണ് വേർഡ് മീനിങ്? ഉണ്ടാവുന്നല്ലോ, ഉദ്ഭവിക്കുക, എന്താണ്? ഉണ്ടായി വരാന്നുള്ളൂ. ഉണ്ടായി വരാല്ല, വേറെ ഉദ്ഭവം എന്നാണ് ഉദ്ദേശിച്ചത്. ഭവസാഗരം, that keeps changing, Material. that which Oh, is constant in changing. ജന്മ, മൃത്യു, ജര, വ്യാധി, ഇത് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. പിന്നെ വീണ്ടും വേറെ ദേഹം. അതുകൊണ്ടാണ് ഭവസാഗരം. എ പ്ലേസ് ഫുൾ ഓഫ് മിസറീസ് ബിക്കോസ് ഓഫ് ജന്മ, മൃത്യു, ജര, വ്യാധി. ഇറ്റ് കീപ് ചേഞ്ചിങ്. അതാണ് ഭവാൻ തന്നെ കോൺസ്റ്റന്റ് ചേഞ്ച് നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ ജനിക്കുന്നു, ഓക്കെ, ഇൻഫൻസി, ദെൻ ചൈൽഡ്ഹുഡ്, then youth, old age, then another body. Changing. അല്ലേ? അപ്പോ ഈ ശരീരത്തിന് മാത്രമേ ചേഞ്ച് നടക്കുന്നുള്ളൂ, ആത്മാവിന് ചേഞ്ച് നടക്കുന്നുണ്ടോ? ഒരു ജനിച്ച കുട്ടിയുടെ ആത്മാവും ഒരു 100 വയസ്സുള്ള വൃദ്ധാവസ്ഥയിലുള്ള ഒരു ആളുടെ ആത്മാവും വ്യത്യാസം വരുന്നുണ്ടോ? ആത്മാവിന് താടി വരുന്ന വെളുത്ത താടി വരുമോ? ഇല്ലല്ലോ. ആത്മാ നെവർ ചേഞ്ചസ്. ശരീരം ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതാണ് ഇവിടെ പറയുന്നത്. The spirit is the basic field of creation and matter is created by spirit. Spirit is not created at a certain stage of material development. അപ്പോൾ അത് ഒരു പെർട്ടിക്കുലർ ടൈമിട്ട് ഒരു സമയത്ത് വന്നു ചേരുന്നതല്ല, അത് സൃഷ്ടിക്കപ്പെടുന്നതല്ല. The material body is developed because spirit is present within matter. A child grows gradually to boyhood and to manhood because that superior energy spirit soul is present. ആ സോൾ ഇല്ലെങ്കിൽ അത് ഒരിക്കലും വളരില്ല, ചേഞ്ച് ആവില്ല. Similarly, the entire cosmic manifestation of the gigantic universe is developed because of the presence of the super soul. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ ബ്രഹ്മാണ്ടത്തിലെ ഭഗവാന്റെ പ്രവേശനം കാരണമാണ് ഈ ചലനങ്ങളും ഈ സൃഷ്ടികളെല്ലാം സംഭവിക്കുന്നത്. ഭഗവാന്റെ സൂപ്പർ സോൾ ഉള്ളിടത്തോളം കാലം അത് സംഭവിച്ചുകൊണ്ടിരിക്കും. So therefore, spirit
and matter, which combine to manifest the gigantic universal form, are originally two energies of the Lord, and consequently the Lord is the original cause of everything. അപ്പൊ ഏത് എനർജിയാണ്? Two energies. ഏതൊക്കെയാണത്? പര അപര ആണോ പ്രഭു? Spiritual energy, material energy. അല്ലേ? Originally two energies of the Lord, spiritual and material. And consequently the Lord is original. അപ്പൊ ഇതിന്റെ ഒറിജിനൽ കോസ്, കാരണം, കാരണം ഭഗവാനാണ്. A fragmental part and parcel of the Lord, namely the living entity, may be the cause of a big skyscraper, a big factory, or even a big city, but it cannot be the cause of a big universe. അപ്പൊ നമ്മളും ഭഗവാന്റെ അംശമായതുകൊണ്ട് നമുക്കും ഭഗവാന്റേതായിട്ടുള്ള പാർഷ്യൽ ആയിട്ടുള്ള കഴിവുണ്ട്. അതുകൊണ്ട് നമുക്ക് വലിയൊരു ബിൽഡിംഗ് ഉണ്ടാക്കാം, അല്ലെ, വലിയൊരു ഫാക്ടറി ഉണ്ടാക്കാം, വലിയൊരു സിറ്റി നിർമ്മിക്കാം. പക്ഷെ നമുക്ക് വലിയ യൂണിവേഴ്സ് ഉണ്ടാക്കാൻ പറ്റും? പറ്റില്ല. അത് ഭഗവാൻ മാത്രമേ പറ്റൂ. The cause of the big universe is the big soul. നമ്മള് മൈന്യൂട്ട്സ്. അപ്പം ചെറുതായിട്ടുള്ള കാര്യങ്ങള്, അല്ലേ? ഇപ്പൊ കുട്ടികള് കപ്പലുണ്ടാക്കി കളിക്കുന്നു, ബോട്ട്, തോണി ഉണ്ടാക്കി കളിക്കുന്നു, കാറുണ്ടാക്കി കളിക്കുന്നു. അവർക്ക് വലിയൊരു കാറ്, ശരിക്കുള്ള മെഴ്സിഡീസ് ബെൻസോ BMW അങ്ങനത്തെ കാർ ഉണ്ടാക്കാൻ പറ്റുമോ? കുട്ടികൾക്കില്ല. അവർക്ക് അതിനുള്ള കഴിവില്ല. അതേപോലെ നമ്മൾ മൈന്യൂട്ടാണ്. അപ്പൊ ചെറിയ ചെറിയ ഫാക്ടറീസും ചെറിയ വലിയ അതൊക്കെ വലിയ കാര്യമാണ്. നമ്മൾ ഒരു ബിഗ് ടൗൺഷിപ്പ് ഒക്കെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ, നല്ല പ്ലാന്റ് സിറ്റി ഒക്കെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഈസി, അല്ലെ? ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് എ ബിഗ് തിങ്. ബട്ട് ഭഗവാനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ഇറ്റ്സ് പീനട്ട്. ഭഗവാൻ ബ്രഹ്മാണ്ടങ്ങൾ ഉണ്ടാക്കുമ്പോൾ നമ്മളൊരു സിറ്റി ഉണ്ടാക്കുന്നു. So the cause of the big universe is the big soul or the super soul, and Krishna, the supreme, is the cause of both the big and the small souls. Therefore, he is the original cause of all causes. Sarva Karana Karana. This is confirmed in the Kathopanishad, Nityo Nityana Chetanas Chetananam. എന്താണ് അതിന്റെ അർത്ഥം? നിത്യോ നിത്യാന ചേതനസ് ചേതനാനാം. എന്താണ് അർത്ഥം? ഒരാളാണ് കൺട്രോളർ, അങ്ങനെ സംതിങ് ആണ്. എത്ര വായിച്ചാലും എനിക്കത് ഓർമ്മ കിട്ടാറേ ഇല്ല. ചേതനസ് ചേതനാം. ഒരാളുടെ ചേതനയാണ് എല്ലാവർക്കും എത്തുന്നത്, സംതിങ് അല്ലേ? നിത്യോ നിത്യാനം ചേതനസ് ചേതനാനം. നിത്യമായിട്ട് ഒരാളാണുള്ളത്, ആ ചേതനയാണ് സംതിങ്. അതിൽ നിന്നാണ് He is the supreme in Nitya, in eternal, and is the consciousness in all the consciousness. He is the supreme consciousness among all consciousness, and he is the supreme eternal among all eternal. Nityo Nityanam. നിത്യനിലെ ഏറ്റവും ടോപ്പില്, കിങ് ഓഫ് ഓൾ കിങ്സ് പറയുന്ന പോലെ. കോൺഷ്യസ്നെസ്സിൽ സുപ്രീം കോൺഷ്യസ്നെസ് ആണ് ഭഗവാൻ. എറ്റേണൽ ഈസ് ദ സുപ്രീം എറ്റേണൽ. അതാണ് ഭഗവാൻ. Therefore is the original cause of all causes. നമ്മൾ നിത്യമാണ്, ഭഗവാനും നിത്യമാണ്. പക്ഷെ ആ നിത്യത്തിലുള്ള ചീഫാണ് ഭഗവാൻ. നമ്മളും കോൺഷ്യസ്നെസ് ആണ്, ഭഗവാനും കോൺഷ്യസ്. പക്ഷെ അതിന്റെ നമ്മളുടെക്കാളും അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈസ് ദ സുപ്രീം കോൺഷ്യസ്നെസ്. അതാണ് അതിന്റെ അർത്ഥം. നിത്യോ നിത്യാനാം ചേതനസ് ചേതനാനാം. Any points? രണ്ടാമത്തെ വരി ചേതനസ് ചേതനാനാം, അത് ഒന്നുകൂടെ ചേതന പറയാം. കോൺഷ്യസ്നെസ്. പ്രഭു കോൺഷ്യസ്നെസ് ഉണ്ട്, ഭഗവാനും കോൺഷ്യസ്നെസ് ഉണ്ട്. പക്ഷെ നമ്മുടെ കോൺഷ്യസ്നെസ് എന്താണ്? ലിമിറ്റഡ് ടു ദിസ് ബോഡി. ഭഗവാന്റെ കോൺഷ്യസ്നെസ് ത്രൂ ഔട്ട് ദ ക്രിയേഷൻ, ബോത്ത് മെറ്റീരിയൽ ആൻഡ് സ്പിരിച്വൽ. സോ ഹി ഈസ് ദ സുപ്രീം കോൺഷ്യസ്നെസ്. അപ്പൊ കോൺഷ്യസ്നെസ്സില് ഹീസ് സുപ്രീം, നമ്മൾ മൈന്യൂട്ട്. എറ്റേണല് ഹീസ് the supreme eternal truth, we are minute. Okay, any points? Hare Krishna Prabhuji. Hare Krishna, Dana Pranam. Pranam Prabhuji. പ്രഭുജി, ഭഗവത്ഗീത ഭഗവാന്റെ എല്ലാവിധമായ ഉപദേശങ്ങളും ഗുരുമുഖത്തു നിന്ന് പഠിക്കണമെന്ന് പറയുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു.
പ്രഭുജി ഇപ്പൊ ഈ പറഞ്ഞു തന്ന ശ്ലോകം. ഓക്കെ. ഞാനിത് ഇതിനു മുമ്പ് വായിച്ചിട്ടുണ്ട്. ഒരിക്കലും ഇത്രയും ഡീപ്പായിട്ട് എനിക്കത് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. ഹരിപോൽ പ്രഭുജി അത് പറഞ്ഞു തന്നു. ഇതാണ് അറിവുള്ളവരിൽ ഗുരുവിനിൽ നിന്നും കേൾക്കണമെന്ന് പറയുന്ന എന്റെ പ്രധാന ഉദ്ദേശം. അത് എനിക്ക് ഇന്ന് മനസ്സിലായി. സത്യം പ്രഭുജി, ഇത് നമ്മുടെ എത്ര നമ്മുടെ തവണ കഴിവുണ്ട് വായിച്ചിട്ടും മനസ്സിലായിട്ടില്ല. നമ്മുടെ കഴിവുണ്ടത് നമ്മുടെ ഗുരു ഗൗരാംഗയുടെ മേഴ്സി കൊണ്ട് നമുക്ക് മാത്രം മനസ്സിലാവുന്നു പറഞ്ഞു തരുന്നു മാത്രം. അല്ല, പ്രഭു, ഞാൻ എനിക്കും അതെ, പ്രഭുജിയുടെ ഓരോ എനിക്കും അതെ. വാക്കും അങ്ങനെ ചിന്തിക്കുമ്പോ സത്യം പ്രഭുജി പറഞ്ഞ പോലെ തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ശാന്തരൂപ പ്രഭു പറഞ്ഞ പോലെ. പ്രഭു, ഇതുപോലെ തന്നെ ഇന്ന് ഈ ഒരു ശ്ലോക തുടങ്ങുന്നതിൻ്റെ ഫസ്റ്റിൽ നമ്മൾ അതിൻ്റെ ട്രാൻസ്ലേഷൻ വായിച്ചപ്പോൾ അതിൽ രണ്ടിൻ്റെ അംശം ഉണ്ടെന്ന് പറഞ്ഞില്ലേ? നമുക്കെല്ലാം അറിയാം നമ്മുടെ ഉള്ളിൽ ഇത്രയും അംശങ്ങളുണ്ട്, പക്ഷെ ഇന്നാണ് അത് കറക്റ്റായിട്ട് മിന്നുന്നത്. ആക്ച്വലി ഈ പറഞ്ഞ പോലെ നമ്മുടെ ഉള്ളിലുള്ള ആ എല്ലാ ലോക്കുകളും പ്രഭുവിന്റെ മുഖാരബന്ധിൽ നിന്ന് വരുന്ന ചാവിയിലൂടെ മാത്രമേ തുറക്കപ്പെടുള്ളൂ. ഹരിപോൽ 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 ഹരിപോൽ. ഹരേ കൃഷ്ണ. നമ്മുടെ ഗുരു ഗൗരാംഗാസ് മേഴ്സി, അതായത് അവര് പറയുന്നത് നമ്മൾ മനസ്സിലാക്കുന്നു, അത്രേ ഉള്ളൂ. അത് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നു. ജസ്റ്റ് പോസ്റ്റ്മാൻ എന്താണോ ചെയ്യുന്നത് അതേ ജോലി നമ്മൾ ചെയ്യുന്നു. മനസ്സിലാവുന്നത് അത് റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പൊ അത് കഠോപനിഷത്തിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. 2.2.13. വേറെ എന്തെങ്കിലും പോയിന്റ്? ഉത്തമ ഭക്തി മാതാജി ഡ്രൈവ് ചെയ്യാണോ? ഡ്രൈവിംഗിലാണ്. കാരണം കണ്ണനെ എടുത്തുകൊണ്ട് വന്നോണ്ടിരിക്കുകയാണ്. ക്ലാസ് കേൾക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, കുഴപ്പമില്ല, നോ പ്രോബ്ലം. സോ അടുത്തൊരു ശ്ലോകം കൂടി എടുക്കാം നമുക്ക്. 7. ഇതും ബ്യൂട്ടിഫുൾ ശ്ലോക. ഓക്കെ. മതഃ പരതരം നാന്യത് കിഞ്ചിത് അസ്തി ധനഞ്ജയ മയി സർവമിദം പ്രോതം സൂത്രേ മണീഗണ ഇവ. മതഃ പരതരം നാന്യത് കിഞ്ചിത് അസ്തി ധനഞ്ജയ മയി സർവമിദം പ്രോതം സൂത്രേ മണീഗണ ഇവ. ശാന്തരൂപ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭുജി. മത്ത പരതരം ന്യായാത് കിഞ്ചിദസ്തി ധനഞ്ജയ മയി സർവമിദം പ്രോക്തം സൂത്രേ മണിഗണ ഇവ. Translation: O conqueror of wealth, there is no truth superior to me. Everything rests upon me, as pearls are strung on a thread. വെരി ഗുഡ്. എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ശ്ലോകമാണ് അറിയോ. ഭഗവാൻ എത്ര നല്ല രീതിയിലാണ് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് അർജുനനൊക്കെ. ഓ കോൺകറർ ഓഫ് വെൽത്ത്, ധനഞ്ജയ അല്ലെ, അർജുനെ അഡ്രസ് ചെയ്യാണ്. there is no truth superior to me. പിന്നെ എങ്ങനെ നമ്മൾ പറയും നമ്മൾ ഭഗവാനെ ഈക്വൽ ആണെന്ന്? എത്ര ക്ലാരിറ്റിയോടെ പറയുന്നത്. ഒരു സത്യം, എന്നിലും മുകളിൽ ഒരു സത്യമില്ല എന്ന് വളരെ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുന്നു. പിന്നെ നമ്മൾ ഞാനും ഭഗവാൻ എന്ന് പറയുന്നതിന്റെ എന്താണ് അർത്ഥമുള്ളത്? അതിന്റെ ഉദാഹരണം നോക്കി നോക്കി, എത്ര ബ്യൂട്ടിഫുൾ ആയിട്ട്. എവറിഥിങ് റെസ്റ്റ് അപ്പോൺ, എല്ലാം ഭഗവാനെ ആശ്രയിച്ചിരിക്കുന്നു. അതിന്റെ ആ ഉദാഹരണം പേൾസ് ആർ സ്ട്രങ് ഓൺ എ ത്രെഡ്. നമ്മള് ഒരുപാട് നെക്ലസസും മുത്തുമാലകൾ കണ്ടിട്ടുണ്ട്. അതിന്റെ ഉള്ളിൽ കൂടെ പോകുന്ന ആ ത്രെഡിനെ നമ്മൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരിക്കലും അത് കാണുന്നില്ല അല്ലേ? പക്ഷെ ആ ത്രെഡ് ഇല്ലെങ്കിലോ എന്തായിരിക്കും? എല്ലാരും ചിതറിപ്പോവും. എല്ലാം ചിതറിപ്പോവും. എവറിഥിങ് ഗെറ്റ് സ്കാറ്റേർഡ്. അപ്പോ ആ അണ്ടർലൈങ് ഫാക്ടർ, അപ്പൊ ഭഗവാൻ ഇല്ലാണ്ട്, ഭഗവാന്റെ ആശ്രമം ഇല്ലാണ്ട് നമുക്ക് ഒരിക്കലും നമ്മളുടെ പ്രസക്തി, നമ്മളുടെ എക്സിസ്റ്റൻസ് ഇല്ല എന്ന് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിളോട് കൂടിയാണ് ഭഗവാൻ ഞാൻ അർജുനന് പറഞ്ഞു കൊടുക്കുന്നത്. as pearls are strung on a thread. മുത്തുമാല നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട്, പക്ഷെ അതിൻ്റെ ഉള്ളിൽ ആ നൂല് ആരും നോക്കുന്നില്ല. ആ നൂലിന്റെ ആ ഒരു സിഗ്നിഫിക്കൻസ് ആരും മനസ്സിലാക്കുന്നില്ല. അതേപോലെ നമ്മൾ ഈ പ്രപഞ്ചം കാണുന്ന ബ്യൂട്ടിഫുൾ സീ ഷോർസ്, ബ്യൂട്ടിഫുൾ മൗണ്ടൻ, ബ്യൂട്ടിഫുൾ ഫോറസ്റ്റ്, ബ്യൂട്ടിഫുൾ റിവേഴ്സ്, എല്ലാം ബ്യൂട്ടിഫുൾ ബേർഡ്സ്, ബ്യൂട്ടിഫുൾ ഹ്യൂമൻ ബീങ്, എല്ലാം എത്ര സൗന്ദര്യമുള്ള ഒരു ഇതല്ലേ. പക്ഷേ അതെല്ലാം ഭഗവാന്റെ ക്രിയേഷൻ ആണെന്ന് നമ്മൾ മറന്നു പോകുന്നു. നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് പ്രകൃതി, പക്ഷെ ഇതിന്റെ പിന്നിലുള്ള ആ ക്രിയേറ്റർ നമ്മൾ ഒരിക്കലും അപ്രീഷിയേറ്റ് ചെയ്തില്ല. എങ്ങനെ ഈ മുത്തുമാലയുടെ കോർത്തിരിക്കുന്ന ആ നൂലിനെ നമ്മൾ കാണുന്നില്ല, അതേപോലെ ഭഗവാന്റെ കയ്യിന് ഇതിൽ കാണുന്നില്ല ഈ സൃഷ്ടിയിൽ. അതാണ് എല്ലാവർക്കും സമയം. അതുകൊണ്ടാണ് പ്രഭുപാദരും മറ്റുള്ള ആചാര്യന്മാരും എല്ലാം പറയുന്നത്, when you see a beautiful thing, immediately you should think of the creator. Without him, this creation would not be there. അല്ലെ? നല്ലൊരു ഭംഗിയുള്ള ഒരു കാര്യം കാണുമ്പോൾ, അപ്പൊ സൂര്യൻ അസ്തമിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ട് സൺസെറ്റ് കാണുമ്പോൾ, മൂണിനെ കാണുമ്പോൾ, ഉടനെ നമുക്ക് കാർമേഘങ്ങളെ കാണുമ്പോൾ, ഒരു മയിൽ പീലിയെ കാണുമ്പോൾ ഉടനെ നമുക്ക് ഭഗവാനെ ഓർമ്മ വരണം.
He is the creator of all these beautiful things. So there's a common controversy over whether the supreme absolute truth is personal or impersonal. As far as Bhagavad Gita is concerned, the absolute truth is the personality of Godhead Sri Krishna, and this is confirmed in every step. ഇപ്പോൾ ഓരോ ശ്ലോകങ്ങളിലും ഭഗവത്ഗീതയിലും ഭാഗവതമായാലും ശരി, അല്ലെങ്കിൽ വേറെ ഏത് ഗ്രന്ഥങ്ങളിലെ ശ്ലോകങ്ങൾ എടുത്താലും ശരി, അത് ഡയറക്ട്ലി or indirectly pointing to Supreme Lord Krishna only as the ultimate absolute truth item. In this verse, in particular, it is stressed that the absolute truth is a person. പേഴ്സണാലിറ്റി അവിടെ സ്ട്രെസ് ചെയ്തിട്ടുണ്ട്. ഭഗവാൻ ഒരു പേഴ്സൺ എന്നുള്ള ആ ഫാക്റ്റും വളരെ ക്ലാരിറ്റിയോടെ അതിനെ എംഫസൈസ് ചെയ്തിട്ടുണ്ട്. In this verse, in particular, it is stressed that absolute truth is a person. That the personality of Godhead is the supreme absolute truth is also the affirmation of the Brahma Samhita, Ishvara Parama Krishna Sachidananda Vigraha. That is the supreme absolute truth. Personality of Godhead is Lord Krishna, who is the primal Lord, the reservoir of all pleasure, Govinda, and the eternal form of complete bliss and knowledge. അപ്പോൾ ഏതൊരു ശ്ലോകം എടുത്താലും ശരി, നമുക്ക് പ്രത്യക്ഷമായോ അല്ലെങ്കിൽ പരോക്ഷമായോ ഇത് വളരെ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. സുപ്രീം അബ്സല്യൂട്ട് പരമസത്യം, പരമസത്യം ഒരു പേഴ്സൺ ആണ്. അതാണ് ദാറ്റ് ഈസ് the ultimate, the last word for the absolute truth. The last word is a person, is a supreme. അതുകൊണ്ടാണ് വളരെ നന്നായിട്ട് ശില പ്രഭുപാദ കോയിൻ ചെയ്തിരിക്കുന്ന വേർഡ് സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ഹെഡ്. ഇതിന് അങ്ങോട്ടൊരു സൂപ്പർലേറ്റീവ് ഡിഗ്രിയിൽ പോകാൻ പറ്റില്ല. സുപ്രീമാണ്. പിന്നെ പേഴ്സൺ, പേഴ്സണാലിറ്റി ഇസ് എ പേഴ്സൺ, അവ്യക്തമായിട്ടുള്ള ഒന്നല്ല, വ്യക്തിയാണ്, പേഴ്സൺ ആണ്. ഓക്കെ. ആൻഡ് ഗോഡ് ഹെഡ്, ഒരുപാട് ഈശ്വരന്മാരുണ്ട് നമുക്കറിയാം. ഇനിയിപ്പോൾ അതിൽ പ്രശ്നം വരണ്ട, അതിൻ്റെ എല്ലാം ഹെഡ്. നമ്മൾ കണ്ടു, അയ്യോ ബ്രഹ്മാവാണോ ശിവനാണോ വിഷ്ണു ആണോ അയ്യപ്പനാണോ മുരുകനാണോ, ആ പ്രശ്നം വരണ്ട. അവരെല്ലാം തലൈവർ അല്ലേ. Supreme personality of Godhead. So these authorities leave no doubt that the absolute truth is the supreme person, the cause of all causes. The impersonalist, however, argues on the strength of the Vedic version given in the Svedasvatara Upanishad, Tato yat uttarataram tat arupam anamayam ya etat vidur amritas te bhavanti atetare dukkham ഏവാപ്പി അന്തി. അപ്പൊ അവര് ഈ വാക്കിലാണ് പിടിക്കുന്നത്. ആരെ? ഇമ്പേഴ്സണലിസ്റ്റ്. ആ രൂപം ഉപനിഷത്തില് ഈ ഒരു ശ്ലോകമുണ്ട്. അപ്പൊ ഇത് ഈ വേർഡിൽ കടന്ന് പിടിക്കും. എന്താണ് പറയുന്നത്? ഇൻ ദ മെറ്റീരിയൽ വേൾഡ് ബ്രഹ്മ, the primal living entity within the universe, is understood to be the supreme amongst the demigods, human beings and lower animals. But beyond Brahma, there is the transcendence, who has no material form and is free from all material contaminations. Anyone who can know him also becomes transcendental, but those who do not know him suffer the miseries of the material world. The impersonalist puts more stress on the word arupam. എന്താണ്? രൂപമില്ലാത്തത് എന്നാണ് അതിന്റെ അർത്ഥം. But this arupam is not impersonal. It indicates the transcendental form of eternity, bliss and knowledge as described in the Brahma Samhita quoted above. അപ്പോ ഈ ആരൂപം എന്നുള്ളത് അങ്ങനത്തെ ഒരു രൂപം നമ്മളുടെ ഭൗതിക ഇന്ദ്രിയങ്ങളെ കൊണ്ട് കാണാൻ പറ്റാത്ത ഒരു രൂപമാണ്. അതാണ് ഇറ്റ് ഇൻഡിക്കേറ്റ്സ് എ ട്രാൻസെൻഡന്റൽ ഫോം. ഭൗതിക തലത്തിലുള്ള ഒരു രൂപമല്ല, ആണ് സച്ചിദാനന്ദ വിഗ്രഹം എന്ന് പറഞ്ഞത്. നമ്മൾ സച്ചിദാനന്ദ വിഗ്രഹമാണോ? അല്ല, നമ്മളുടെ ആത്മാവ് മാത്രമാണ് സച്ചിദാനന്ദ. ഈ രൂപം കാണുന്നത് അസത്തും അജിത്തും നിരാനന്ദമാണ്. എന്താണ് അസത്ത് പറഞ്ഞാൽ? ഇംപെർമനന്റ്, നോൺ പെർമനന്റ്, ടെമ്പററി. ഓക്കെ. അജിത്ത് പറഞ്ഞാൽ നമ്മളുടെ നോളജ് ഫുൾ അല്ല.
ആൻഡ് ആനന്ദമല്ല, നിരാനന്ദമാണ്. ഇവിടെ ഭൗതിക ലോകത്ത് എന്താണ്? മിസറീസ്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ ആ ഉപനിഷത്തില് ആരൂപം എന്നുള്ള വാക്ക്, ആരൂപം നമ്മളുടെ ഭൗതിക തലത്തിലുള്ള ഇന്ദ്രിയങ്ങളെ കൊണ്ട് പെർസീവ് ചെയ്യാൻ പറ്റാത്ത ഒരു രൂപം, ദിവ്യമായിട്ടുള്ള രൂപം, ട്രാൻസെൻഡന്റൽ ഫോം. നമ്മള് ഭഗവാൻ നിർഗുണൻ എന്ന് പറയുന്നു. എന്താണ് നിർഗുണൻ എന്ന് പറഞ്ഞാൽ? ഈ 3 ഗുണത്തിലും അകപ്പെടാത്ത ഒരാള്. അതുകൊണ്ട് ഗുണമില്ലാത്ത ആളെന്നല്ല, ഭൗതിക ഗുണമില്ലാത്ത ആള്. അതാണ്. അതുപോലെ ഇവിടെ ഭഗവാൻ സച്ചിദാനന്ദമാണ്. മായാവാദ ഫിലോസഫി ഫോളോ ചെയ്യുന്ന ആൾക്കാർ പറയുന്ന പോലെ ഭഗവാൻ രൂപമില്ല എന്ന അല്ല അതിന്റെ അർത്ഥം. അതേപോലെ ഭഗവാന്റെ ഈ ഉപനിഷത്തിലും ഒക്കെ ആ ഭഗവാന്റെ ബ്രഹ്മൻ ആസ്പെക്റ്റിനെ പറ്റിയാണ് കൂടുതൽ പ്രതിപാദിച്ചിട്ടുള്ളത്. ഭഗവാന്റെ സച്ചിദാനന്ദ രൂപത്തെ പറ്റിയിട്ടല്ല. അത് കൂടുതൽ നമ്മുടെ ഭാഗവതത്തിലും അങ്ങനത്തെ ഭക്തി ലിറ്ററേച്ചറിലെ ഭഗവാന്റെ രൂപത്തെ പറ്റിയിട്ടുള്ള പ്രതിപാദം കണ്ടു. അപ്പോൾ ഈ ബ്രഹ്മൻ രൂപത്തെ കൂടുതൽ ആ ഒരു തലത്തിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് കൂടുതൽ വർണ്ണിക്കുമ്പോൾ അവർ വിചാരിക്കുന്നു ഭഗവാന് രൂപമില്ല. പക്ഷെ ഭഗവാൻ രൂപമുണ്ട്, നമ്മളുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അത് കാണാൻ പറ്റില്ല എന്നുണ്ട്. So other verses in the Svedaswatara Upanishad substantiate this as follows. എന്താണ്? വേദാഹം ഏത പുരുഷം മഹാന്തം ആദിത്യവർണം തമസാ പരസ്താത് തം ഏവ വിദിത്വാതി മൃത്യം ഏതി നാന്യപാന്ഥ വിദ്യതേ യനായാം യസ്മാത് പരം നാപരം അസ്തി കിഞ്ചിത് യസ്മാത് നാനിയോ നോ ജ്യായോസ്തി കിഞ്ചിത് വൃക്ഷ ഇവ സ്തബ്ധോ ദിവി തിഷ്ഠതി ഏകസ് തേനേദം പൂർണ്ണം പുരുഷേണ സർവം. I know that Supreme Personality of Godhead, who is transcendental to all material conceptions of darkness. അപ്പൊ അതേ ശ്വേതസ്വതര ഉപനിഷത്തില് അതിന്റെ ക്ലിയർ ആയിട്ട് അല്ലേ, ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ഭഗവാന്റെ ട്രാൻസെൻഡന്റൽ ബോഡിയെ പറ്റിയിട്ട്. ട്രാൻസെൻഡന്റ് ടു ഓൾ മെറ്റീരിയൽ കൺസെപ്ഷൻസ് ഓഫ് ഡാർക്ക്നെസ്. ഡാർക്ക്നെസ് പറഞ്ഞ ഇഗ്നോറൻസ്. Only he who knows him can transcend the bonds of birth and death. There is no way for liberation other than this knowledge of that supreme person. അപ്പൊ നമ്മള് ഭക്തി എന്നുള്ള ആ മാർഗത്തിൽ സഞ്ചരിക്കുന്ന ഒരാൾക്ക് മാത്രമാണ് ഇതിനെ പറ്റിയിട്ട് അറിയാൻ പറ്റുള്ളൂ. ജ്ഞാനമോ ജ്ഞാനയോഗം, കർമ്മയോഗമുണ്ട്, ജ്ഞാനയോഗമുണ്ട്, അല്ലെ, ധ്യാനയോഗമുണ്ട്, പിന്നെ ഭക്തിയോഗമുണ്ട്. ഭക്തി മാത്രമാണ് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്നുള്ളൂ. ഭക്തിക്ക് മറ്റ് ഒരു പ്രോസസ്സിന്റെയും ആശ്രയം ആവശ്യമില്ല. ടോട്ടലി ഇൻഡിപെൻഡന്റ് ആണ് ഭക്തി. ഭക്തി ഈസ് ഇൻക്ലൂസീവ് ഓഫ് ഓൾ അതർ ആസ്പെക്ട്സ് ആൾസോ. അത് കർമ്മമുണ്ട്, ജ്ഞാനമുണ്ട്, ധ്യാനമുണ്ട്, ഭക്തിയുണ്ട്. കർമ്മത്തിൽ കർമ്മം മാത്രമേ ഉള്ളൂ. യോഗ എന്ന് പറഞ്ഞാൽ ഭഗവാനെ ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ യോഗ. കർമ്മത്തിൽ നിന്ന് നമുക്ക് ഭക്തനായിട്ട് മാറാൻ പറ്റും, ജ്ഞാനത്തിൽ നിന്ന് നമുക്ക് ഭക്തനായിട്ട് മാറാൻ പറ്റും, ധ്യാനത്തിൽ നിന്ന് ഭക്തനായിട്ട് മാറാൻ പറ്റും. പക്ഷേ കർമ്മ എലോൺ ഈസ് ഡിപ്പെൻഡന്റ് ഓൺ സോ മെനി അതർ ആസ്പെക്ട്സ്. അതുപോലെ ജ്ഞാനം മാത്രമേ ഉള്ളൂ. അത് ഭക്തിയിലേക്ക് വരുമ്പോഴാണ് നമ്മൾ ഭക്തനാവുള്ളൂ. അതേപോലെ ധ്യാനം. അപ്പോൾ ഭക്തി ഈസ് എ കൾമിനേഷൻ ഓഫ് ഓൾ അതർ പ്രോസസ്സസ്. ഭക്തിക്ക് ഒരാളുടെ വേറെ ഒരു കാര്യത്തിന്റെ വേറൊരിന്റെ ആശ്രയം ഇല്ലാണ്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. ജ്ഞാനം, വൈരാഗ്യം നമുക്ക് ഭക്തി കിട്ടില്ല. ഭക്തിയിൽ നിന്ന് ജ്ഞാനം, വൈരാഗ്യം കിട്ടും. നമ്മൾ ഭക്തി ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ജ്ഞാനം ഉണ്ടാവും, വൈരാഗ്യം ഉണ്ടാവും. ജ്ഞാനമുണ്ടെങ്കിൽ വൈരാഗ്യം ഉണ്ടായാലും നിർബന്ധമില്ല. കർമ്മം ഉണ്ടെങ്കിലും ജ്ഞാനം, വൈരാഗ്യം വരണമെന്ന് നിർബന്ധമില്ല. അവര് പ്രോഗ്രസീവ് സ്റ്റേജില് അവർക്ക് ഭക്തരായിട്ട് മാറി അത് വരും. ജ്ഞാനത്തിൽ നിന്ന് ഭക്തനാവാം, ധ്യാനത്തിൽ നിന്ന് ഭക്തനാവാം, കർമ്മത്തിൽ നിന്ന് നമ്മൾ ഭക്തനാവാം. പക്ഷേ ഇൻഡിപെൻഡന്റ്ലി ഈ ഓരോ പ്രോസസ്സും നോക്കുമ്പോൾ അതിന് ഇൻഡിപെൻഡൻസി ഇല്ല, ഇൻഡിപെൻഡന്റ് എക്സിസ്റ്റൻസ് ഇല്ല. മറ്റേനെ ആശ്രയിച്ചിരിക്കുന്നു.
The bhakti is independent. മറ്റൊന്നിനെ ആശ്രയിച്ചിരിക്കുന്നില്ല. ഭക്തി ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ജ്ഞാനം വൈരാഗ്യം വരാം. മറ്റൊരു നിർബന്ധമില്ല. അതാണ് ഭക്തിയുടെ ഇത്. അപ്പൊ ഇവിടെ ആ കൺസെപ്ഷൻസ് ഓഫ് ഡാർക്ക്നെസ്, ഇഗ്നോറൻസ് നമുക്ക് മീതെ പറയിട്ട് പോകാൻ പറ്റും. ഓൺലി he who knows him, only he who knows him, ആരാണ് him? The Supreme Lord, can transcend the bonds of birth and death. There is no way for liberation other than this knowledge of that Supreme Person. അതാണ്ട് വേറെ ഒരു വഴിയുമില്ല. ഭഗവാനെ അറിയണമെങ്കിൽ ഭക്തനാവണം. ഭക്തനാവാതെ നമുക്ക് ഇവിടുന്ന് ലിബറേഷൻ കിട്ടില്ല, മുക്തി കിട്ടില്ല. There is no truth superior to that Supreme Person. അതാണ് മത പരതരം ന അന്യത്. ന അന്യത്, വേറെ അന്യമായിട്ട് വേറെ ഒന്നുമില്ല. Because he is the supermost. He is smaller than the smallest, and he is greater than the greatest. He is situated as a silent tree, and he illumines the transcendental sky. And as a tree spreads its roots, he spreads his extensive energies. എങ്ങനെ ഒരു വൃക്ഷം അതിന്റെ വേരുകൾ എല്ലാ സ്ഥലത്തേക്കും സ്പ്രെഡ് ചെയ്യുന്നു, അതേപോലെ ഭഗവാന്റെ എനർജി ഈ കോസ്മോസില്, ഈ പ്രപഞ്ചത്തില് എല്ലാ സ്ഥലത്തും എത്തുന്നു. From these verses, one concludes that the supreme absolute truth is supreme personality of Godhead, who is all-pervading by his multi-energies, both material and spiritual. അപ്പോൾ ഈ ശ്ലോകങ്ങളിൽ നിന്ന്, ശ്വേതാസ്വതര ഉപനിഷത്തിലെ ശ്ലോകങ്ങളിൽ നമുക്കറിയാം, ഭഗവാന്റെ മൾട്ടി എനർജി കൊണ്ട് ഭഗവാൻ ഭൗതിക ലോകത്തും ആധ്യാത്മിക ലോകത്തിലും നിറഞ്ഞു നിൽക്കുന്നു. അപ്പൊ ഒറ്റ ജസ്റ്റ് വാക്കിൽ മാത്രം പിടിച്ച് അതിന് മാത്രം കോണ്ടെക്സ്റ്റ് അറിയാതെ കോണ്ടെക്സ്റ്റിൽ നമ്മൾ അതിനെ വിശകലനം ചെയ്യാൻ പാടില്ല. യെസ്, ഭഗവാന് ആ രൂപം എന്നുള്ളൊരു ആസ്പെക്ട് കൂടി ഉണ്ട്. ബട്ട് ദാറ്റ് ഈസ് നോട്ട് അൾട്ടിമേറ്റ്, ദാറ്റ് ഇസ് ഇൻകംപ്ലീറ്റ്. അപ്പൊ അവിടെ ആ രൂപം എന്ന് പറഞ്ഞാൽ എന്താണ്? ദിവ്യമായ, അതായത് ഭൗതിക തലത്തിലുള്ള രൂപമില്ല. ഭഗവാന്റെ രൂപം നമ്മളുടെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് പെർസീവ് ചെയ്യാൻ പറ്റാത്ത ദിവ്യമായിട്ടുള്ള രൂപം ആയതുകൊണ്ടാണ് അതിനെ ആ രൂപം എന്ന് പറയുന്നത്. അവ്യക്തം എന്ന് പറഞ്ഞാൽ ഇപ്പൊ സ്പിരിച്വൽ വേൾഡ്, ആധ്യാത്മിക ലോകം, നമ്മുടെ കണ്ണിന്, നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് അത് അവ്യക്തമാണ്, അൺമാനിഫെസ്റ്റഡ് ആണ്. പക്ഷെ അങ്ങനെ ഉണ്ടോ? ഉണ്ട്. നമ്മളുടെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് അത് പെർസീവ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അത് അൺമാനിഫെസ്റ്റഡ് ആണ്. മാനിഫെസ്റ്റഡ് ആയിട്ടുള്ള ഈ ലോകത്തില് നമ്മളുടെ ഗ്രോസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കാണാം, അത് മാനിഫെസ്റ്റഡ് ആണ്. പക്ഷെ അൺമാനിഫെസ്റ്റഡ് ആയിട്ടുള്ള, നമ്മളുടെ ഇന്ദ്രിയങ്ങൾക്ക് അൺമാനിഫെസ്റ്റഡ് ആയിട്ടുള്ള സ്പിരിച്വൽ വേൾഡ് ഒരുപാടുണ്ട്. അപ്പൊ അതുകൊണ്ട് അവിടെ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. So that's it. So next text 8 next week. Five to 5, 6, 7 അല്ലേ? 3 ശ്ലോകം എടുത്തു. ഹരേ കൃഷ്ണ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. अनंत कोटि वैष्णव की जय, प्रभुपाद की जय, गुरु महाराज की जय, निताय गो प्रेमानंद। हरि हरि बोल। हरे कृष्णा।